ഹലോ, ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഒരു പാക്കറ്റ് ഫ്രോസൺ പൊറോട്ട ഇരിക്കുന്നു. ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് രാത്രി 9-ാം തീയതി. അപ്പോൾ ഇന്ന് ഇത് വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. നാളെ ആണെങ്കിൽ ഇത് എക്സ്പയറി ഡേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു പാക്കറ്റ് പൊറോട്ട എടുത്തു. ഒരു 5 പൊറോട്ടയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു. അപ്പം പാനിലേക്ക് എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യം ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് സവോള ഇട്ട് നന്നായിട്ട് വഴട്ടുക. അതിന് ശേഷം എന്ത് ചെയ്യുക, പച്ചമുളക് ഇടുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിനുശേഷം അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇടുക. പിന്നീട് ആ മല്ലിയിലയും ഒണിയനും സവോളയും ഞാൻ ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്, ഇപ്പം മൈൻഡ് ചെയ്യേണ്ട. അതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് വഴണ്ട് വന്നാൽ അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞതിടുക, മല്ലിയില ഇടുക. അതിന് ശേഷം എല്ലാം കൂടെ ഇട്ടതിന് ശേഷം മസാലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം സെൻട്രലായിട്ട് മുട്ട നന്നായിട്ട് പൊട്ടിച്ചൊഴിക്കുക. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് സാൾട്ടും ഇട്ട് ബീറ്റ് ചെയ്തിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് മുട്ടയൊന്ന് ഇളക്കുക. പിന്നെ മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത്. മുട്ട ഒരു ലിക്വിഡ് ഫോമിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊറോട്ട അതിലേക്ക് ആഡ് ചെയ്യുക. എങ്കിലും മാത്രമേ ആ മുട്ടയുടെ ഫുൾ മസാല എന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ടയിലേക്ക് കയറി പിടിക്കുകയുള്ളൂ. മുട്ട ചിക്കുമ്പോൾ ഡ്രൈ ആയെങ്കിൽ നമ്മുടെ കൊത്തു പൊറോട്ടയ്ക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.